കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നിന്നുള്ള വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. 3 കന്യാസ്ത്രീകളെ അവിടെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് വലിയ ചർച്ചകളായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെമ്പാടും സ്വതന്ത്രമായിട്ടുള്ള ഒരു സഞ്ചാര സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ മത പ്രചരിപ്പിക്കാനുള്ള അവകാശമോ അല്ലെങ്കിൽ അവരവരുടേതായ വിശ്വാസ പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാനുതകുന്ന സാഹചര്യമോ നിലവിലില്ലാത്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള വലിയ വിമർശനങ്ങൾ ഒരുപാട് ദിശകളിൽ നിന്നും വരുന്ന സമയത്താണ് ഛത്തീസ്ഗഡിൽ നിന്നുമുള്ള ഇത്തരം ഒരു വാർത്ത. ട്രെയിനിൽ സഞ്ചരിക്കുകയായിരുന്ന 3 കന്യാസ്ത്രീകളെ ബജറംഗദളുമായി ബന്ധപ്പെട്ട ആളുകൾ പിടിച്ചുവെക്കുകയും തുടർന്ന് പോലീസിന് കൈമാറുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തത്. എന്താണ് അവിടെ സംഭവിച്ചത്? മനുഷ്യക്കടത്ത് എന്നുള്ള പേരിലാണ് ഈ 3 കന്യാസ്ത്രീകൾ, അവരുടെ വേഷവിധാനം എന്നുള്ളത് ക്രിസ്ത്യൻ കന്യാസ്ത്രീകൾ ഏത് വേഷവിധാനമാണോ ധരിക്കുന്നത് അത്തരം വേഷവിധാനമായിരുന്നു. ആ വേഷവിധാനം കണ്ട ഉടനെ തന്നെ ഈ ബജറംഗദൾ സംഘം ചേരുകയും ഇവരെ നേർക്ക് ആക്രോശിക്കുകയും അവരെ തടഞ്ഞു വെക്കുകയും തുടർന്ന് റെയിൽവേ പോലീസിന് കൈമാറുകയും പോലീസ് ഉടനെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഛത്തീസ്ഗഡിലാണ് സംഭവം. അവിടെ ഭരിക്കുന്നത് BJPയുടെ ഗവൺമെന്റ് ആണ്. ഏതായാലും ഉത്തരേന്ത്യയിലെമ്പാടും ഇത്തരം സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഓരോ വർഷവും ഇത്തരം ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെയുണ്ടായ അതിക്രമങ്ങളുടെ കണക്കുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ തന്നെ മറ്റു വിഭാഗങ്ങളായ മുസ്ലിം വിഭാഗമായാലും ദളിത് വിഭാഗങ്ങളായാലും വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ ഇന്ത്യയിൽ നേരിടുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുള്ളത്. ബുൾഡോസർ രാജുകൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ഇത്തരം നിയമം മൂലമുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അതല്ലെങ്കിൽ സംഘപരിവാറിനാൽ അതിക്രമങ്ങൾ കൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉത്തരേന്ത്യയിലെമ്പാടും ഉണ്ടാകുന്നു. എന്നാൽ ഈ വിഷയത്തിൽ കേരളത്തിലുള്ള മലയാളികളായ കന്യാസ്ത്രീകളെ ഇത്തരത്തിൽ വേട്ടയാടിയതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ മലബാർ സഭയ്ക്ക്, അതായത് സീറോ മലബാർ സഭയ്ക്കും അല്ലെങ്കിൽ മറ്റുള്ള ഇവിടുത്തെ സഭകൾക്ക് പ്രതികരിക്കേണ്ടി വന്നു. സഭകൾ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഉത്തരേന്ത്യയിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ ഇത്തരം വേഷവിധാനങ്ങൾ ഒഴിവാക്കണമെന്ന് പോലും അവർക്ക് പറയേണ്ടി വന്നു. അതായത് ഇന്ത്യയിൽ എവിടെയും സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ഒരു ഇന്ത്യൻ പൗരന് ഏത് വേഷവിധാനം ധരിക്കണം എന്നുള്ള കാര്യത്തിൽ അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലനിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണോ ഇത് എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ബാക്കിയാവുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കാസ പോലെയുള്ള തീവ്ര ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ്. കാസ പോലെയുള്ള തീവ്ര ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നിരന്തരമായി മുസ്ലിം വിരുദ്ധതയും ഇസ്ലാമോഫോബിക്കുമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. കാസ ഇന്നത്തെ ദിവസം പറയുന്നുള്ളത് ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് പരാതി അയച്ചെന്നും പ്രധാനമന്ത്രി ഇടപെടാൻ പറഞ്ഞുവെന്നുമാണ്. ഏതായാലും കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സവർണ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പ്രത്യേകിച്ചിട്ടും ഏകദേശം BJPയുമായി പല സമയത്തും അടുപ്പത്തിലായിട്ടുണ്ട് എന്നാണ് സമീപകാല അവസ്ഥകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചിട്ടും തൃശൂർ പോലെയുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ K മുരളീധരൻ എന്ന ഒരു പബ്ലിക് ഫിഗറിന്റെ പരാജയമൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. അവിടെ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ജയിച്ചതിന്റെ പിറകിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിന് പിറകിലൊക്കെ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി BJPക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അതുകൂടാതെ തന്നെ കാസ പോലെയുള്ള സംഘടനകൾ കഴിഞ്ഞ കുറെ മാസങ്ങളായി കേരളത്തിൽ നടത്തുന്നുള്ളത് കൃത്യമായിട്ട് മുസ്ലിം വിരോധമാണ്. ആ മുസ്ലിം വിരോധം എന്നുള്ളത് RSS ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള RSSന്റെ അജണ്ടകൾക്കനുസൃതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. കേരളത്തിൽ മുസ്ലിങ്ങൾ വലിയ രീതിയിലുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു. ഇവിടെ വലിയ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ മേഖലകളിൽ അവർ നിരന്തരമായി ഇടപെട്ടുകൊണ്ട് അവരുടേതായ മേൽക്കോയ്മ ഉണ്ടാക്കാൻ സ്ഥാപിക്കുന്നുണ്ട്. എല്ലാം അവർക്ക് സർക്കാരുകൾ വാരി കൊടുക്കുകയാണ്. ഇടതും വലതും മുന്നണികൾ മുസ്ലിങ്ങൾക്ക് മാത്രം വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അവർക്ക് വേണ്ടിയുള്ള പ്രീണന നടപടികളാണ് നടത്തുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാസയുടെ വിമർശനങ്ങൾ എന്നുള്ളത്. അതുകൂടാതെ തന്നെ നിരന്തരമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ തുപ്പൽ ജിഹാദ് പോലെയുള്ള അല്ലെങ്കിൽ ഈ ലവ് ജിഹാദ് അടക്കമുള്ള ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന സംഘമാണ് കാസ എന്നുള്ളത്. അപ്പൊ അത്തരം സംഘങ്ങൾ പോലും ഇപ്പോൾ ഇത്തരം ഒരു പ്രതികരണമാണ് ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. അതായത് തങ്ങളുടെ 3 കന്യാസ്ത്രീകൾ അവിടെ അതിക്രമത്തിന് ഇരയാവുകയും വെറുതെ ഒരു കള്ളക്കേസിൽ അകപ്പെടുകയും ചെയ്തപ്പോൾ ഇത്തരത്തിലുള്ളതാണ്. എന്നാൽ ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഞങ്ങൾ പ്രധാനമന്ത്രിയെ നേരിട്ട് വിളിച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ കേസുകൾ ഒഴിവാക്കി കൊടുക്കുമെന്നുള്ള രീതിയിലുള്ള കമന്റാണ്. എന്നാൽ ആരാണ് കേസുകൾ ചാർജ് ചെയ്യുന്നത്? ആരാണ് ഇവരെ തടയുന്നത്? ആരാണ് നിരന്തരമായി ഇത്തരം അതിക്രമങ്ങൾ നടത്തുന്നത് എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു വിഷയത്തിൽ കേരളത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ള ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനം SDPI ആണ്. SDPI എന്നുള്ളത്
ഈ തീവ്ര വലതുപക്ഷ തീവ്ര ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നിരന്തരമായ ശത്രു പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവർ കേരളത്തിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് 3 സ്ഥലങ്ങളിൽ, അങ്കമാലിയിൽ, കണ്ണൂരിൽ, അതുപോലെ തന്നെ ഈ ഒരു കോട്ടയം ജില്ലയിലൊക്കെ SDPIയുടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇതാണ് നിലവിലുള്ള സാഹചര്യം എന്നുള്ളത്. ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ ജീവിക്കാൻ ഉതകുന്നമായ സാഹചര്യങ്ങൾ പലപ്പോഴും ഇല്ല എന്ന്, പ്രത്യേകിച്ചും ഈ ഉത്തരേന്ത്യയിലെ UP അടക്കമുള്ള, ബീഹാർ അടക്കമുള്ള, അല്ലെങ്കിൽ ഈ രാജസ്ഥാനും അതുപോലെ തന്നെ ഛത്തീസ്ഗഡും ഉൾപ്പെടുന്ന, ഗുജറാത്തും അടക്കം ഉൾപ്പെടുന്ന ഈ ഒരു വലിയൊരു ബെൽറ്റ് ഉണ്ട്. ഈ ബെൽറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്നാണ് ഓരോ സംഭവ വികാസങ്ങളും നമ്മളെ സൂചിപ്പിക്കുന്നത്. ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഈ തീവ്ര ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് BJPയുമായി ഇഴകിച്ചേരാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകൾക്കോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. മറ്റുള്ള ഇടങ്ങളിൽ പോയി അവർ മതപരിവർത്തനം നടത്തുന്നു എന്നാണ് ആരോപിക്കപ്പെടുന്നത്. ഏതായാലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ, ക്രിസ്ത്യൻ മിഷനറീസ്മാർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പല സംസ്ഥാനങ്ങളിലും അവർ ആ ഒരു വിശ്വാസധാരയിലേക്ക് ആളുകൾ പോയിട്ടുമുണ്ട് അവരുടേതായ കാരണങ്ങൾ കൊണ്ട്. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിലും മറ്റുള്ള ഈ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനും അവർ ഇടപെടലുകൾ കൊണ്ട് അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ബജറംഗ് പോലെയുള്ള തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ, തീവ്ര വലതുപക്ഷ സംഘങ്ങൾ അവർ നിരന്തരമായ അതിക്രമങ്ങൾക്ക് ഈ വിഭാഗങ്ങളെ ഇരയാക്കുന്നുണ്ട്. നേരത്തെ ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നും ഇത്തരം ഒരു വാർത്ത കൂടി വന്നത്. ഇതിൽ മലയാളി ഈ കന്യാസ്ത്രീകൾ ഉൾപ്പെട്ടത് കൊണ്ടാണ് ഇത് ഇത്രയും ചർച്ചയായത് എന്നതാണ്. ഏതായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മറ്റുള്ള കേരള ഭരണ സംവിധാനങ്ങളും ഈ കാര്യത്തിൽ എന്ത് നിലപാട് പറയുന്നു എന്നുള്ളത് വളരെ നിർണായകമായ കാര്യമാണ്.